ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷ് വളരെ വ്യക്തമായ രീതിയിൽ ഒരു കാര്യം ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് അനീഷ് പറയുന്നത് ലാലേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിന് റെസ്പോൺസ് ആയിട്ടാണ്. ചിരിച്ചുകൊണ്ട് ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നത് ഇതാണ്: ഹാട്രിക് അടിച്ചോ അനീഷ്? എന്തുകൊണ്ടാണ് എല്ലാ ആഴ്ചയും ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ അനീഷ് പറയുന്നത്, എന്നേക്കാൾ ഇവിടെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നവരുണ്ട്, ഫിസിക്കൽ അഗ്രഷൻ കാണിക്കുന്നവരുണ്ട്, അവരെ ഒന്നും ആർക്കും ജയിലിൽ വിടണ്ട, അവരെ ഒന്നും ജയിലിൽ വിടുന്നില്ല. ഉദാഹരണം പറയാൻ ലാലേട്ടൻ പറയുമ്പോൾ അനീഷ് ഷാനവാസിന്റെ പേരെടുക്കുക, അത് അക്ബറിന്റെ പേരെടുക്കുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ അക്ബർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആ ഒരു വെസലിന്റെ വിഷയത്തിൽ അക്ബർ ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ലാതിരുന്നിട്ടും അക്ബർ ഇടപെട്ടു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെവിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നെവിനായിരുന്നു പാത്രം കഴുകേണ്ടിരുന്നത്. നെവിൻ അത് ബസർ ടു ബസർ ആണെന്ന് പറഞ്ഞിട്ട് ബാക്കി പാത്രങ്ങൾ അവിടെ വെച്ചിട്ട് പോയിരുന്നു. അപ്പൊ അനീഷ് അത് പോയി കഴുകി. ആ ഒരു കേസാണ് അനീഷ് ഈ പറയുന്നത്. അപ്പോ ആര്യൻ ഇത് കഴിഞ്ഞിട്ട് എണീറ്റ് നിന്നിട്ട് ജയിൽ നോമിനേഷൻ വരുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്ത് അനീഷ് എല്ലാവരെയും വെറുപ്പിക്കാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു കശപിശ ആവുന്നുണ്ട്. കാരണം എപ്പിസോഡിന്റെ തുടക്കം മുതൽ ആര്യൻ ചുമ്മാ ഒരുമാതിരി ഫേസ് വെച്ചിട്ട് ഗോസ്റ്റ് കാണിച്ച് വെറുപ്പിക്കലായിരുന്നു. ആദ്യത്തെ തവണ ഗോസ്റ്റ് കാണിച്ചത് മറ്റേ തുടക്കഘട്ടത്തിൽ ആര്യന്റെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നു എന്ന് അനീഷ് പറഞ്ഞ ആ ഒരു സമയത്താണ്. മോന്ത വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കഥ പറഞ്ഞ ആ ഒരു സമയത്ത് ലാലേട്ടൻ എന്തോ കഥ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആര്യന്റെ ഈ ഒരു പരിപാടി കുറച്ചായിട്ട് ഇല്ലാതിരുന്നതായിരുന്നു. ഈ വെറുപ്പിക്കലൊന്നും ഇല്ലാതെ ഇത്തിരി ഒന്ന് പോസിറ്റീവായി വന്നതാണ്. ഇപ്പൊ വീണ്ടും എന്തോ ഒരു ഓവർ കോൺഫിഡൻസ് വന്ന് ഭയങ്കരമായ രീതിയിൽ ഇപ്പൊ വെറുപ്പിക്കൽ തുടങ്ങി. ഈ ആഴ്ച ആര്യന് നിർണായകമായ ഒരു വീക്ക് തന്നെ ആയിരിക്കും. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബ്ലണ്ടർ ഒപ്പിച്ചാൽ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു പാളിച്ച ആര്യന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ അടുത്ത ആഴ്ച പിടിച്ച് പുറത്തേക്ക് തള്ളും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോ ഈ രീതിയിലൊരു ഗോഷ്ടികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അനീഷ് പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 3 തവണയൊക്കെ തുടർച്ചയായിട്ട് ജയിലിൽ വിടാൻ മാത്രം അനീഷ് അവിടെ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ജയിലിൽ പോകാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അക്ബറൊന്നും ഒരു തവണ പോലും ജയിലിൽ പ്രവേശിച്ചിട്ടില്ല, ആരും ജയിലിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഇവരെ ഒന്നും ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല ജയിലിലേക്ക്. നൂറ ജയിലിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇവരെ ഒന്നും ആർക്കും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ട, അതിനനുസരിച്ചുള്ള ഗെയിം ഇവരാരും അവിടെ കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവരെ ആരെയും ജയിലിലേക്ക് വിടാതിരിക്കുന്നത്. അനീഷും പിന്നെ ഷാനവാസും അനുമോളും ഒക്കെയാണ് ജയിലിലേക്ക് പ്രവേശിച്ച് ജയിലിൽ നിന്നും കോണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഷാനവാസ് ഒരു തവണയെ പോയിട്ടുള്ളൂ, അനുമോള് 3-4 തവണ പോയിട്ടുണ്ട്. അനീഷ് ഇപ്പൊ 4ാമത്തെ തവണയാണ് പ്രവേശിച്ചത് ജയിലിൽ ഈ സീസണിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കോണ്ടന്റുകൾ കൊടുക്കുന്ന ആളുകളെയാണ് ജയിലിലേക്ക് വിടാറുള്ളത്. അതൊരു പരമസത്യമാണ്. ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നവരെ ജയിലിലേക്ക് വിടാറില്ല, അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ലാലേട്ടൻ അങ്ങനെ ചിരിച്ചോണ്ട് അനീഷിനെ പരിഹസിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.